അറിയാലോ, മമ്മൂട്ടിയാണ്. ഇത്രയും മതി ഒരു മമ്മൂട്ടി പടം റിലീസിനെത്തുമ്പോൾ ആമുഖമായി പറയാൻ. മമ്മൂട്ടിയെ പറ്റി എന്തു പറഞ്ഞാലും ക്ലീഷയാകുന്ന കാലമാണ്. നിരന്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ ഞെട്ടിപ്പിക്കലുകളുടെ പരകോടി കാഴ്ചയാകുമോ ഭ്രമയുഗം? പാൻ ഇന്ത്യൻ റിലീസുമായി എത്തുന്ന ഈ ചെറിയ വലിയ ചിത്രം ഹൊറർ സിനിമകളുടെ ടെക്സ്റ്റ് ബുക്ക് ആകുമോ? കാത്തിരിപ്പിന് നീളം കുറയുകയാണ്. ഭ്രമിപ്പിക്കും കാഴ്ചകളുടെ തിരശീല ഇതാ ഉയരുകയായി. എന്റെ മനക്കിലേക്ക് സ്വാഗതം. മാസങ്ങൾ മുൻപ് ഒരു കറുത്ത പോസ്റ്റർ ഷെയർ ചെയ്തു മമ്മൂട്ടി. ആരാധകർക്ക് വലിയ ആവേശമൊന്നും തോന്നിപ്പിക്കാത്ത തുടക്കം. സിനിമയുടെ പേരിന് താഴെയുള്ള രാഹുൽ സദാശിവൻ എന്ന പേരിൽ പക്ഷേ പ്രതീക്ഷ ഉടക്കി. ഭൂതകാലം എന്ന ചെറു സിനിമയിലൂടെ ഹൊറർ സിനിമയ്ക്ക് പുതിയ ഭാഷയും താളവും സൃഷ്ടിച്ച സംവിധായകൻ. എന്നും തുടക്കക്കാരുടെ ഉള്ളിലെ തീ തിരിച്ചറിയുന്ന മമ്മൂട്ടി മാജിക്ക് അറിയാവുന്നവർക്ക് ആകാംക്ഷ കൂടി. പക്ഷേ വിധം മാറിയത് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിലാണ്. അന്ന് ചിത്രത്തിലെ ആദ്യ ലുക്ക് പുറത്തുവിട്ടു. അതോടെ ഇന്ത്യൻ സിനിമയുടെ നോട്ടം ഭ്രമയുഗത്തിലേക്കായി. അന്നു മുതൽ ചർച്ചകളിൽ ഭ്രമയുഗമുണ്ട്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ആകാംക്ഷ വർദ്ധിപ്പിച്ചു. അതിനിടയ്ക്ക് മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് വന്നു, കാതൽ വന്നു. ആ നിരയിൽ അടുത്തതായി ഭ്രമയുഗം കൂടി. ഇനി സിനിമയിലേക്ക്. കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് യാത്ര. ആ കാലത്തെ മനയിലെ കാർണവർ, ദുർമന്ത്രവാദി, മേൽമുണ്ട് മാത്രമെടുത്ത് കണ്ണിൽ നിഗൂഢതയുടെ നോട്ടമുറപ്പിച്ചൊരു മനുഷ്യൻ. പുറത്തു വന്ന ചിത്രങ്ങളിലുണ്ട് ആ മനുഷ്യന്റെ പകയും പൈശാചികതയും. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരവ്. 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച മലയാളത്തിന്റെ ബിഗ് സ്ക്രീനിൽ. 1984 ഇറങ്ങിയ എൻ്റെ ഗ്രാമമായിരുന്നു മലയാളത്തിലെ അവസാന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെന്നാണ് റിപ്പോർട്ട്. ഏതായാലും കാലം ഇത്ര മാറിയ കാലത്ത് ഈ പരീക്ഷണത്തിന് അപാരമായ ധൈര്യത്തിന്റെ അകമ്പടി ഉണ്ടാകണമെന്നുറപ്പ്. പ്രത്യേകിച്ചും സാധാരണ പ്രേക്ഷകർ വരെ ദൃശ്യങ്ങളും അതിന്റെ മികവും തൂക്കവും ഇഴകീറി പരിശോധിക്കുന്ന ഈ കാലത്ത്. പ്രമേയം സംബന്ധിച്ച് കേൾക്കുന്ന കഥകൾ പലതാണ്. കടമറ്റത്ത് കത്തനാരിന്റെ സഹചാരിയായ കുഞ്ചമൻ പോറ്റിയായാണ് മമ്മൂട്ടി എത്തുന്നത് എന്ന് ഒരു കഥ. അല്ലെന്ന് സംവിധായകൻ. ഒന്നും പ്രതീക്ഷിക്കാതെ തിയേറ്ററിലേക്ക് എത്താൻ പ്രേക്ഷകരോട് അപേക്ഷിച്ച് മമ്മൂട്ടി. ഏതായാലും സസ്പെൻസും ത്രില്ലും ചില്ലറ ഹൊററും ഉറപ്പു തരുന്നു ഈ സിനിമ. ഇന്ത്യയിൽ ആദ്യമായി ഹൊറർ സിനിമ മാത്രം നിർമ്മിക്കാനായി രൂപം കൊണ്ട പ്രൊഡക്ഷൻ ഹൗസാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നത് തന്നെ വലിയ സൂചന തരുന്നുണ്ട്. പ്രതീക്ഷയുടെ ഉയരം കൂട്ടിയ മറ്റൊന്ന് ഇതിനകം പുറത്തു വന്ന ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കാണ്. ക്രിസ്റ്റോ സേവ്യർ ഒരുക്കിയ സംഗീതം ഭ്രമയുഗത്തിൽ നിന്ന് തിയേറ്ററിൽ തീ പാറിക്കുമെന്ന് കേട്ടവരുടെ സാക്ഷ്യം. ഇന്നോളം കാണാത്ത ഈ അട്ടഹാസച്ചിരി നമ്മൾ കണ്ട മമ്മൂട്ടി ഭാവങ്ങളെ ആകെ പൊളിക്കുന്നു. ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന സിനിമയുടെ ടാഗ്ലൈൻ അവിടെ ദി ആക്ടർ ഓഫ് മാഡ്നസ് ആകുന്നു. തിയേറ്ററിൽ ദ റിയൽ മമ്മൂട്ടി 2.0 ആരംഭിക്കുവോ ഭ്രമയുഗത്തിലൂടെ? ലോക സിനിമയിൽ ഒരിക്കൽ കൂടി മമ്മൂട്ടി എന്ന നടൻ ഇന്ത്യയുടെ അഭിമാനവും കരുത്തുമാകുന്ന നിമിഷം അവതരിക്കുകയാണ്. കാത്തിരിക്കാം ആ രണ്ടാം മമ്മൂട്ടി യുഗത്തിനായി. ഇന്നോളം കാണാത്ത ഈ അട്ടഹാസച്ചിരി നമ്മൾ കണ്ട മമ്മൂട്ടി ഭാവങ്ങളെ ആകെ പൊളിക്കുന്നു. ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന സിനിമയുടെ ടാഗ്ലൈൻ അവിടെ ദി ആക്ടർ ഓഫ് മാഡ്നസ് ആകുന്നു. തിയേറ്ററിൽ ദ റിയൽ മമ്മൂട്ടി 2.0 ആരംഭിക്കുമോ ഭ്രമയുഗത്തിലൂടെ? ലോക സിനിമയിൽ ഒരിക്കൽ കൂടി മമ്മൂട്ടി എന്ന നടൻ ഇന്ത്യയുടെ അഭിമാനവും കരുത്തുമാകുന്ന നിമിഷം അവതരിക്കുകയാണ്. കാത്തിരിക്കാം ആ രണ്ടാം മമ്മൂട്ടി യുഗത്തിനായി. ഇത്